ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെണ്ടയ്ക്ക കുമ്പളങ്ങ കൂട്ടുകറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വെണ്ടയ്ക്ക ഒരു 5 മുതൽ 6 വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി, കറിവേപ്പില, തക്കാളി, നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള കട്ട തൈര്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ ചെറിയൊരു കുമ്പളങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി തൈര് കൂട്ടുകറിയാണിത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂണ് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ വെള്ളം ചേർക്കുക. ഇതൊന്ന് വെന്ത് കിട്ടണം. കുമ്പളങ്ങ കുറച്ച് സമയം എടുക്കും ഒന്ന് വേകാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വേകാനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത് ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചില വീടുകളിലൊക്കെയാണ് ഇടികല്ലെന്ന് പറയും നമ്മളതിന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ച് എടുത്താണ്. ഇപ്പോൾ പാകത്തിന് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചേർത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. 1/4 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉലുവ ഇട്ടു. ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ തൈര് കറിക്കും പുളിശ്ശേരിക്കും ഒക്കെ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു നുള്ളു ഉലുവ ഇട്ടതുള്ള വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം നമ്മൾ സാധാരണ കടുക് വറക്കുന്ന പോലത്തെ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തു. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റണം. അപ്പോൾ അതുകൂടാതെ നമ്മൾ അവിടെ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ, പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി. അപ്പോൾ അതും നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ല വെണ്ടയ്ക്കയും കുമ്പളങ്ങയും എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല കട്ട തൈര്, പുളിയുള്ള കട്ട തൈരുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു പുളിശ്ശേരി എന്ന് വേണേൽ പറയാം, കൂട്ടുകറി എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം തൈര് നമ്മുടെ കൂടെ ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഉപ്പ് കുറച്ച് നന്നായിട്ട് ചേർക്കണം. അപ്പോൾ ഇത് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി അങ്ങനെ അലിഞ്ഞ് അങ്ങനെ ചേർന്ന് പോകണ്ട അതിനകത്ത്. അതുകൊണ്ടാണ് ഞാനത് വഴന്നെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് തക്കാളി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കുമ്പളങ്ങ വെന്തു. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. ചെറിയ തീയിൽ മതി. അപ്പം തീ ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ തീയിലോ ഇട്ടിട്ട് വേണം തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. തൈര് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറച്ച് വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ നല്ല ചൂടും തിളയൊക്കെ കണ്ട് എപ്പോഴും മാറിയിട്ടില്ല. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ അത് മാറിയിട്ടില്ല. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും അത് ഇങ്ങനെ പിരിഞ്ഞു പോയി. ചിലപ്പോൾ നമ്മൾ ഈ നല്ല തീയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ തീ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പാകത്തിനെല്ലാം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നോക്കണം. നമ്മൾ വഴറ്റിയപ്പോഴൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ലൊരു വെണ്ടയ്ക്ക കുമ്പളങ്ങ
തൈര് കൂട്ടുകറിയാണ്, അല്ലെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക കുമ്പളങ്ങ പുളിശ്ശേരി എന്ന് വേണമെങ്കിലും പറയാം. ഒരു വെറൈറ്റി പുളിശ്ശേരിയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.